തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പോഴേ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ നേരുകയാണ് കേട്ടോ. നമുക്കിവിടെ ഓണമൊന്നുമില്ല, നമ്മളെ ഓണാഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ മരിച്ചിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണോട് നമുക്ക് ഓണമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ അമ്മയ്ക്കും കുറച്ച് ഹെൽത്ത് വൈസ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കും ഉണ്ട്. എൻ്റെ കൈയും കാലൊക്കെ ഫ്രാക്ചർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓണവും കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല. എന്നാലും ആ ഒരു ദിവസമല്ലേ എന്ന് കരുതിയിട്ട് ചെറിയ രീതിയിൽ ഒരു സാമ്പാർ, അവിയൽ, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ അവിയലും പുളിയിഞ്ചിയും. നിങ്ങളുടെ നാട്ടിലേക്ക് കഴിഞ്ഞ് പല നാട്ടിലേക്ക് പല പേരായിരിക്കും. ഇഞ്ചിക്കറി, എൻ്റെ മാഷിൻ്റെ നാട്ടിലേക്കൊക്കെ പറയും ഇഞ്ചിക്കറി എന്നാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പുളിയിഞ്ചി എന്ന് പറയും. എനിക്ക് ആ ഇഞ്ചിക്കറി ഇഷ്ടമല്ല, എൻ്റെ നാട്ടിലത്തെ പുളിയിഞ്ചിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് മെയിനായിട്ട് ഉണ്ടാക്കും. പിന്നെ അച്ചാർ, മാങ്ങയാണ്. മാങ്ങ ഒരു വല്ലാത്തൊരു മാങ്ങയായിരുന്നു, പക്ഷേ മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മാങ്ങാച്ചാർ. അപ്പം ഇന്നലെ തന്നെ നമ്മൾ, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ ഇഞ്ചിക്കറി, പുളിയിഞ്ചിയും നമ്മുടെ അച്ചാറിന് മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, പുളിയിഞ്ചി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിലേക്കുള്ള വറവും അതുപോലെ ഉലുവ, കടുക്, എള്ളൊക്കെ വറുത്ത് പൊടിച്ചിട്ടതൊക്കെ തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ. നമ്മൾ എല്ലാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓണക്കോടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഓണക്കോടിയും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകമായിട്ട് എടുക്കുന്ന ഒരു ശീലങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും നമുക്കൊരാഗ്രഹം തോന്നി എടുക്കുക എന്നല്ലാതെ ഓണത്തിന്, വിഷുവിന് അങ്ങനെ പ്രത്യേകമായിട്ട് എടുക്കാറില്ല. പിന്നെ ഒരു തോരനാണ്. ക്യാബേജ് കഴിക്കാൻ പാടില്ല, തൈറോയ്ഡ് ആയത് കാരണം. പക്ഷേ എനിക്കും അമ്മയ്ക്കൊന്നും വയ്യാത്ത കാരണം എൻ്റെ കൈക്ക് ഫ്രാക്ചറാണ്, അമ്മ തന്നെ വെട്ടി തരണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്നാക്കി ആവുമല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ ക്യാബേജാണ്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടി, മിക്സ്ഡ് ചിപ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ അത്യാവശ്യം വേണ്ട ഒരു സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, തോരൻ, പപ്പടം, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൂട്ടിയിട്ടാട്ടോ നമ്മൾ. അപ്പം നമ്മൾ കഴിക്കാനിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവോണത്തിന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിട്ടത്തിൻ്റെ അന്നാണ് കേട്ടോ നിങ്ങൾ കാണുക. കാരണം ഇന്നലെ ഞാൻ എൻ്റെ മാഷ് ദുബായിലായിരിക്കും, മാഷിൻ്റെ ഓണാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി തിരുവോണം കേട്ടോ.